നമസ്കാരം, ഞാൻ കലാമണ്ഡലം ജയലക്ഷ്മി. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഭരതനാട്യത്തിൽ എങ്ങനെയാണ് നമസ്കരിക്കേണ്ടതെന്നാണ്. അതിനു മുന്നേ ഒരു നർത്തകി ധ്യാന ശ്ലോകം ചൊല്ലണം. അതിനുശേഷമാണ് നമസ്കരിക്കേണ്ടത്. ഇനി ആ ധ്യാന ശ്ലോകം എങ്ങനെയാണെന്ന് നോക്കാം. ആംകികം ഭുവനം യസ്യാ വാചികം സർവവാഗ്മയം ആഹാര്യം ചന്ദ്രതാരാദി തം നുമഃ സാത്വികം ശിവം. ഇനി ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം എങ്ങനെയാണെന്ന് നോക്കാം. ആംഗികം ഭുവനം യസ്യാ, ഈ ലോകത്തിൻ്റെ അംഗങ്ങൾ ആരാണോ, വാചികം സർവവാഗ്മയം, ഈ പ്രപഞ്ചത്തിൻ്റെ ശബ്ദം ആരാണോ, ആഹാരം ചന്ദ്രതാരാദി, ചന്ദ്രനെയും നക്ഷത്രത്തെയും ധരിച്ചിട്ടുള്ളവൻ ആരാണോ, തം നുമ സാത്വികം ശിവം, അങ്ങനെയുള്ള സാത്വികമായ ശിവനെ ഞാൻ നമസ്കരിക്കുന്നു. ഈ ശ്ലോകം ചൊല്ലിയ ശേഷമാണ് ഒരു നർത്തകി നമസ്കരിക്കേണ്ടത്. നമസ്കാരം കഴിഞ്ഞിട്ടാണ് നൃത്തത്തിലേക്ക് തുടങ്ങേണ്ടത്. ഇനി അതെങ്ങനെയാണെന്ന് നോക്കാം. കാലുകൾ സമപാദത്തിൽ നിന്ന് തല ഉയർത്തി മുഖം പ്രസന്നഭാവത്തിൽ പിടിച്ച് കൈകൾ രണ്ടും നെഞ്ചിനു നേരെ കടകാമുഖമുദ്ര പിടിച്ച് കൈമുട്ടുകൾ പൊക്കി ശിഖരമുദ്ര ഷോൾഡറിൽ വെച്ച് ഇരു കൈകളും ഇരുവശങ്ങളിലേക്ക് നീട്ടി മുഖം വലത്തേ ഭാഗത്തേക്ക് കൊണ്ടുവന്ന് കൈകൾ രണ്ടും ഒരുപോലെ മുന്നോട്ട് വന്ന് മുഖവും അതേപോലെ ഒപ്പം വരുന്നു. ശേഷം കാലുകൾ വിടർത്തി മുഴുമണ്ഡലത്തിലേക്കിരുന്ന് 3 തവണ ഭൂമിദേവിയെ തൊഴുതു വണങ്ങുന്നു. ശേഷം നെഞ്ചിനു നേരെ പതാക മുദ്ര പിടിച്ച് ഇരു കൈകളും വശങ്ങളിലേക്ക് നീട്ടി തൊഴുത് എഴുന്നേൽക്കുന്നു. ശിരസിനു മുകളിൽ പരദൈവങ്ങളെ ധ്യാനിക്കുന്നു. നെറ്റിക്കു നേരെ ഗുരുക്കന്മാരെയും നെഞ്ചിനു നേരെ മറ്റു ബഹുജനങ്ങളെയും വന്ദിക്കുന്നു. ഇപ്രകാരമാണ് ഒരു നർത്തകി ഭരതനാട്യത്തിൽ നമസ്കരിക്കേണ്ടത്. നമസ്കാരം.